ഇനി പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ 10 മണി വരെയാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. വസതിയിൽ നിന്ന് നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, ഇപ്പോൾ ആംബുലൻസ് തിരിച്ചിട്ടുണ്ട്. നേരെ പൂങ്കുന്നത്തേക്ക് തന്നെയാണ്. അവിടെ എങ്ങനെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? നിരവധി പേർ അവിടേക്ക് എത്തുന്നുണ്ടോ? ദിവ്യ, തീർച്ചയായിട്ടും ഇവിടെ ഈ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവിടെ തന്നെ കണ്ടപ്പോൾ പൂർണ്ണമായും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വീടാണ് ഇവിടെയുള്ളത്. അദ്ദേഹം തൊട്ട് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിലാണ് കാലങ്ങളായി താമസിച്ചു വന്നിരുന്നത്. പക്ഷേ പൊതുദർശനത്തിനൊക്കെയുള്ള ഒരു സൗകര്യം കൂടെ കണക്കുകൂട്ടിയാണ് ഇവിടേക്ക് പൊതുദർശനം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടേക്ക് നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ, ഒപ്പം വി എം സുധീരൻ, ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ളവരെത്തി. അവരൊക്കെ ഇവരെ ഈ ഒരു ആദരാഞ്ജലി അർപ്പിച്ച് ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ നിന്നും നേരെ സംഗീത നാടക അക്കാദമിയിലേക്കും പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പലരും ഈ ഒരു മരണ വാർത്തയറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. തുടർന്ന് അവിടെ എല്ലാ തരത്തിലും സജീവമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ഇവിടെയുള്ള മന്ത്രിമാരും മറ്റ് MLA-മാരും ഒക്കെ തന്നെ പാലക്കാട് ഇവിടെ തൃശ്ശൂരുള്ള ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 15 മിനിറ്റോടുകൂടി മൃതദേഹം ഈ ഒരു വസതിയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് കൊച്ചിയിലാണ് ജനിച്ചതെങ്കിലും ഇരിഞ്ഞാലക്കുടയിൽ തറവാടുണ്ട്. പക്ഷേ കുറെ കാലമായി അദ്ദേഹം ഈ തൃശ്ശൂർ നഗരത്തിലാണ് ജീവിക്കുന്നത്. തൃശ്ശൂർ നഗരവുമായി വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു പൂങ്കുന്നം എന്ന് പറയുന്ന നാടുമായി വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം വലിയ സങ്കടമാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷമം ആളുകളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുന്നുമുണ്ട്. വീട്ടിൽ 10 മണി വരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും 1 മണിക്കൂർ വൈകിയാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്നും ഇറക്കിയത്. അപ്പോൾ ഒരുപക്ഷെ അതിനനുസരിച്ച് ഇവിടെയും പൊതുദർശനം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതിനനുസരിച്ച് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുമുണ്ട്. പക്ഷേ സംഗീത നാടക അക്കാദമിയിൽ പെട്ടെന്ന് തന്നെ പൊതുദർശനം ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോകും എന്നും മനസ്സിലാക്കുന്നു. ഏതായാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ ഇവിടെ 12 മണി വരെയാണ് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള പൊതുദർശനം പൂർത്തിയായ ശേഷം വീണ്ടും മൃതദേഹം വീട്ടിലേക്ക് തന്നെയായിരിക്കുമോ കൊണ്ടുവരിക? നിലവിൽ അങ്ങനെയാണ് തീരുമാനിച്ചത്. അതായത് 10 മണി മുതൽ 12 മണി വരെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം നടത്താം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഈ പൂങ്കുന്നത്തെ ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. ഇവിടെ തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക. നാളെ രാവിലെയോടുകൂടി ഇവിടെ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ എറണാകുളത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സംഗീത നാടക അക്കാദമിയിലേക്ക് പലരും, അദ്ദേഹത്തെ അടുത്തറിയുന്ന പല പ്രമുഖരും എത്തും. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം 12 മണിയോടുകൂടിയായിരിക്കും ഈ വസതിയിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുവരിക. ഏതായാലും സംഗീത നാടക അക്കാദമിയിലും ഇതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടി, മലയാളത്തിന്റെ ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എല്ലാവരും അദ്ദേഹത്തിന്റെ ഈ ഒരു വസതിക്ക് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അവസാനമായി ഇങ്ങോട്ട് പി ജയചന്ദ്രൻ എത്തുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. നേരത്തെ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അദ്ദേഹം മൃതദേഹം കൊണ്ടുവരുന്നതിന് മുൻപേ, അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ സിനിമ, സംഗീത മേഖലയിലെ ആരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനോടകം?
നിലവിൽ ഇവിടെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരാണ് എത്തിയിട്ടുള്ളത്. മന്ത്രി ബിന്ദുവും ഒപ്പം തന്നെ AK ശശീന്ദ്രനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം സുനിൽ കുമാർ ഉണ്ടായിരുന്നു. ഒപ്പം ശ്രീകുമാരൻ തമ്പിയും VM സുധീരനും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റ് പ്രമുഖരും ഈ ഭാഗത്തേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകളും സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ സംസാരിച്ചതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്കുമൊപ്പം സമീപവാസികൾക്കും അദ്ദേഹത്തെ അവസാനമായി കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ആ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സംഗീത നാടക അക്കാദമിയിലായിരിക്കും ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പൊതുദർശനം നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും മറ്റും സിനിമാ ലോകത്തു നിന്നുമുള്ള അടുത്ത സുഹൃത്തുക്കളും ആളുകളും ഒക്കെ തന്നെ ഇങ്ങോട്ടും എത്തുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു മരണ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയുമൊക്കെ ഒപ്പം തന്നെ ഉണ്ട് താനും. അപ്പോൾ അത്തരത്തിൽ ഇവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ ഈ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തും. ഇപ്പോൾ മൃതദേഹം അമല ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പൂങ്കുന്നത്തെ വീട്ടിലെത്തിക്കും. അവിടെ നിരവധി പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ, സിനിമ, സംഗീത രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ പൊതുജനങ്ങൾക്കും അദ്ദേഹത്തെ കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമുള്ള അവസരമുണ്ട് എന്നാണ് അറിയുന്നത്. അല്പനേരം അവിടെ പൊതുദർശനം നീണ്ടേക്കാം. കാരണം നിരവധി പേർ അവിടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് എന്ന് തന്നെയാണ്. അതിനുശേഷം സംഗീത നാടക അക്കാദമിയിലാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. 10 മണി മുതൽ 12 മണി വരെയാണ് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം ഒരുക്കുക. നാളെ രാവിലെയാണ് പൂങ്കുന്നത്തെ ഈ ഫ്ളാറ്റിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് എറണാകുളം ചേന്നമംഗലത്തെ പാലിയം തറവാട്ടിലേക്ക് ജയചന്ദ്രന്റെ മൃതദേഹം അവിടെ കൊണ്ടുപോകും. അവിടെയും പൊതുദർശനമുണ്ട്. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് മൃതദേഹം സംസ്കരിക്കുക. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ് പൂങ്കുന്നത്തെ നാട്ടുകാരെല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ പ്രമുഖരെല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്.